ഇത്തവണത്തെ മൺസൂൺ കാറ്റ് 3 ദിവസമായിട്ടേ ഉള്ളൂ ആരംഭിച്ചതെങ്കിലും വളരെ ശക്തിയോടെയാണ് പോകുന്നത്. അപ്പോൾ അത് 29-30 തീയതികളിൽ പ്രത്യേകമായിട്ട് നമ്മൾ കാണണം. കാറ്റും മഴയും ഒരേ സമയം കൂടുതലാകുന്ന ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. KSEB എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നഷ്ടത്തിന്റെ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് 29-30 തീയതികളിൽ ആന്റിസിപ്പേറ്റഡ് ഇവോക്കേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ആവശ്യമായാൽ നമുക്ക് ചെയ്യേണ്ടി വരും. ഇന്ന് ഉച്ചയോടുകൂടി അടുത്ത ദിവസത്തെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അടുത്ത ദിവസത്തെ പ്രവചനങ്ങൾ കൂടി ലഭ്യമാകും. IMD മാത്രമല്ല നമ്മൾ ആശ്രയിക്കുന്നത്, GFS-ഉം IBM വെതറും ഒക്കെ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് തന്നെ കിട്ടാവുന്ന എല്ലാ ഏജൻസികളെയും അവരുടെ പ്രവചനങ്ങളെയും ഈ കാര്യത്തിൽ അനുനിമിഷം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഡാമുകളിൽ അപകടം എവിടെയും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ പെരിങ്ങൽകുത്തിന്റെ കാര്യം കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു തയ്യാറെടുപ്പ് റൂൾ കർവ് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും റൂൾ കർവ് ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ആ വിധത്തിൽ ജലം ഉയർന്നാൽ അപ്പോൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. അതത് സമയത്ത് ഒഴിവാക്കണം. രാത്രികാലങ്ങളിൽ ഡാം തുറക്കുന്ന സ്ഥിതിവിശേഷത്തേക്ക് ഒരു കാരണവശാലും കൊണ്ടുപോകരുത്. ഡാമിൽ ഇപ്പൊ പെയ്യുന്ന മഴയെ മാത്രം കണക്ക് കൂട്ടിയാൽ പോരാ. ഒരുപക്ഷെ ഡാമുകളിലേക്ക് കാട്ടിൽ പെയ്ത മഴയുടെ അളവ് കൂടി വരുമെന്നുള്ളത് കൊണ്ട് അതുകൂടി കണക്കിലെടുത്തു വേണം ആ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ. ആ വിധത്തിൽ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള പരിശോധന നടത്തി ഡാമുകളിൽ വെള്ളം വരുന്ന മുറയ്ക്കു തന്നെ ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് കടക്കണം എന്നുകൂടി ഇപ്പൊ നിർദ്ദേശിച്ചിട്ടുണ്ട്.